ഹലോ ഗായ്സ്, ഇന്നിതാ നോക്കിയാൽ നല്ല അടിപൊളി ചിന്നമുട്ട കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നോക്കിയേ, നല്ല സോഫ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ചെയ്യുമ്പോൾ അതിലുള്ള ആ ബ്ലഡൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ അതിന് ശേഷം ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതാ, വലിയുള്ളി അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു 2 വലിയുള്ളി കട്ട് ചെയ്ത് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് ഇതാക്കുന്ന നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും അതേപോലെ മല്ലിച്ചപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ഒന്ന് വാടി വന്നാലേ നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ. ഞാനൊരു അത്യാവശ്യം എരിവ് ഉപയോഗിക്കുന്ന ആളാണ്, അതിനെക്കൊണ്ടൊരു 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഉണ്ടല്ലോ, ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇതിലേക്ക് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതൊരു 1.5 ടീസ്പൂൺ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കണ്ട. എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കരിഞ്ഞു പോവാതെ നോക്കുക. മസാലയൊക്കെ നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ചിന്ന മുട്ടൻ്റെ കൂടെ കുറച്ച് ലിവറും അതേപോലെ കക്കുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആ ഒരു വേവിച്ച് വെച്ച മുട്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കെന്ത് ചെയ്യാം, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇതേപോലെ മിക്സ് ആക്കുമ്പോൾ ഒക്കെ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ 2-3 എണ്ണം പൊട്ടിയിട്ടുണ്ട്. അത് ആ ഒരു വലിയ മുട്ട ഉണ്ടായിരുന്നു, മക്കളെടുത്ത് ഇങ്ങനെ ഞെക്കി ഞെക്കി കളിച്ചതാണ്. ഞാൻ നേരത്തെ ആക്കിയപ്പോൾ അങ്ങനെ പൊട്ടിയതാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ, അപ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുക കേട്ടോ. അതിന് ശേഷം ഞാൻ കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാക്കുന്ന വിസിലൊക്കെ ഓരോരോ കുക്കറിനനുസരിച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ. ഞാനൊരു 3 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ, വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കുറച്ച് സമയം ഈ ഒരു ചട്ടി കിടന്ന് നന്നായിട്ടൊന്ന് റെഡിയായി വരട്ടെ കേട്ടോ. ഈ ഒരു പാർട്സ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമ്മൾ നെയ്ച്ചോറ് അതേപോലെ ചപ്പാത്തി നെയ്പത്തിരി ഒക്കെ ആണെങ്കിലൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്നിവിടെ വീട്ടിലുണ്ടാക്കിയത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറ് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടവുമാണ്. അപ്പോൾ അതുകൊണ്ട് നെയ്ച്ചോറാക്കി കേട്ടോ. അപ്പോൾ ചിന്ന മുട്ടയൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് യൂട്യൂബിലാണ് നമ്മളെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബായ്.